കവർച്ചയായി പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്നവനും ഇടിഞ്ഞ് തകർന്നു പോയതിനെ വീണ്ടും പണിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഈ അനുഗ്രഹിക്കേണ്ട പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എഗസ്കേൽ പ്രവചനം 41 അധ്യായത്തിൽ അതിൻ്റെ 4 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ നാം കാണുന്നു: ഇത് അതിവിശുദ്ധ സ്ഥലം എന്ന് അവൻ എന്നോട് കൽപ്പിച്ചു. നമുക്കറിയാം, ശലോമോന്റെ കാലത്താണ് യെരൂശലേം ദേവാലയം 46 വർഷം കൊണ്ട് പണിതത്. വളരെയധികം ദേവദാരുക്കളും സ്വർണവും വെള്ളിയും ഖദിരമരവും എന്നുവേണ്ട വിവിധങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ മനോഹരമായി പണിതെടുത്ത ഏറ്റവും വലിയ ഒരു ദേവാലയമായിരുന്നു, യഹൂദന്മാരുടെ വിശുദ്ധ ആരാധന സ്ഥലമായിരുന്നു ആ യെരൂശലേം ദേവാലയം. പിന്നീട് അതിന് തകർച്ചകൾ നേരിട്ടു. ഇസ്രായേൽ ജനം ബാബേലിൽ പ്രവാസത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ രാജാവ് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം അതിനെ വീണ്ടും പണിതു. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിതു. നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ മതിൽ പണിതു. അങ്ങനെ യെരൂശലേം പട്ടണവും ദേവാലയം വീണ്ടെടുപ്പാനിടയായി. എന്നാൽ വീണ്ടും അതിന് നാശനഷ്ടങ്ങൾ നേരിട്ടപ്പോൾ ഹെരോദാവിൻ്റെ കാലത്ത് ആ ദേവാലയം പണിതു. ആ ദേവാലയമാണ് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് യേശു ആ ജനത്തെ നോക്കി, ആ ദേവാലയത്തെ നോക്കി പറഞ്ഞു, ഇത് കല്ലിന്മേൽ ശേഷിക്കാത്ത ഒരു കാലം വരും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം AD 70 ടൈറ്റസ് കൈസറുടെ സൈന്യം വന്ന് അതിനെ തകർത്ത് കളയുകയും ആ ആലയം നാമാവശേഷമാക്കുകയും തീയിട്ട് ചുട്ടുകളയുകയും കല്ലിന്മേൽ ശേഷിക്കയില്ല എന്നുള്ള യേശു കർത്താവിൻ്റെ ശബ്ദം അന്വർത്ഥമാകുകയും ചെയ്തു. എന്നാൽ അന്ത്യകാലത്ത് വീണ്ടും ആ ദേവാലയം പണിയുമെന്നുള്ളത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. എഗസ്കേലിനെ പണിയപ്പെടുന്ന ദേവാലയത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ കാണിക്കുന്ന, അളവുകൾ കാണിക്കുന്ന ചില ഭാഗങ്ങളാണ് 41 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം അവനെ ഒരു പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇത് അതിവിശുദ്ധ സ്ഥലം. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവം നമ്മെ ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ അവകാശത്തിനായി വിളിക്കുമ്പോൾ നമ്മെ വിശുദ്ധരായിട്ടാണ് എണ്ണിയിരിക്കുന്നത്. എന്നാൽ അശുദ്ധിയും ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തിയും പാപ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുമ്പോൾ അത് നശിപ്പിക്കപ്പെട്ടു പോകുന്നു. എന്നാലും തൻ്റെ വിശുദ്ധ സ്ഥലത്തെ ദൈവം വീണ്ടെടുപ്പാൻ എന്നും ആഗ്രഹിക്കുന്നവനാണ്. യെരൂശലേം ദേവാലയത്തെ, അവിടുത്തെ അതിപരിശുദ്ധ സ്ഥലത്തെ ഒക്കെ ദൈവത്തിന് വീണ്ടെടുപ്പാൻ പദ്ധതി ഉള്ളതുപോലെ തന്നെ ദൈവസന്നിധിയിൽ അകന്നു പോകുന്ന ഓരോ വ്യക്തികളെയും, ഓരോ ജീവിതങ്ങളെയും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും ദൈവകൃപയിലേക്കും മടക്കിയെടുക്കുവാൻ കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്നു.